ഹായ് ഹലോ വെൽക്കം ടു അൺബോക്സിംഗ് റിവ്യൂ ആൻഡ് ട്രാവൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കന്യാകുമാരിയിലെ വട്ടക്കോട്ടയുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കന്യാകുമാരിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് സൂര്യാസ്തമയവും കാണാൻ പറ്റുമെങ്കിൽ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എല്ലാവരും വേഗം വരൂ വീഡിയോയിലേക്ക്. ഈ കാണുന്നത് വട്ടക്കോട്ടയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. കന്യാകുമാരിയിൽ നിന്ന് വട്ടക്കോട്ടയിലേക്ക് 7 കിലോമീറ്ററാണ് ഉള്ളത്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വട്ടക്കോട്ടയിലെ വിശേഷങ്ങൾ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരിക. അപ്പം നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ല ക്യൂ ആണ്. നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്തിട്ട് കന്യാകുമാരിയിലെ കാഴ്ചകൾ കാണാം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളിതേ കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ആകാശമൊക്കെ നല്ല തെളിഞ്ഞ ആകാശമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പം മഴയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ മുറുക്കുണ്ടാക്കുന്ന അച്ച് വിൽക്കുന്നതാണ്. ഇവിടെ വാങ്ങാനായിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇത് ഏതെടുത്താലും 20 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അത് സ്നാക്സ് ഒക്കെയാണ് കേട്ടോ. സ്നാക്സ് പിന്നെ നട്ട്സൊക്കെയാണ് അവിടെ വിൽക്കുന്നത്. സ്പൈസസ് ഒക്കെ വിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇതുപോലെ ഈ പോകുന്ന വഴിക്ക് ഫുൾ ഇതുപോലത്തെ കടകളാണ്. ഇത് കണ്ടോ, ബാഗിൻ്റെ ഒക്കെ കടയാണ്. ജൂട്ട് ബാഗ്സിൻ്റെ ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ. വിലക്കുറവാണ് കേട്ടോ. നമ്മുടെ നാട് വെച്ച് നോക്കുമ്പം താരതമ്യേന വിലക്കുറവാണ്. ₹100, 3 പീസ് ₹100 എന്നൊക്കെ പറഞ്ഞ് കുറേ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ കന്യാകുമാരി കടലിലോട്ടുള്ള വഴിയാണ് ഇത്. അപ്പം അങ്ങോട്ട് പോവാം. രണ്ട് സൈഡ് ഫുള്ള് കച്ചവടക്കാരാണ്. ഇതാണ് കന്യാകുമാരി ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഇവിടെയാണ് സൺറൈസ് പോയിന്റും ഉള്ളത്. ഇതുവഴിയാണ് നമ്മൾ രാവിലെ സൂര്യോദയം കാണാനായിട്ട് പോകുന്ന വഴി. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ താരതമ്യേന ഇവിടെ തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. ആകാശം നോക്കിയാൽ നല്ല തെളിഞ്ഞ നല്ല ബ്ലൂ സ്കൈ. ഇപ്പം സമയം 4:30 കഴിഞ്ഞു കേട്ടോ. 4:30 5 മണിയാവാറായി. കന്യാകുമാരിയിൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തിരുവള്ളുവറിൻ്റെ സ്റ്റാച്യു ഉണ്ട്, വിവേകാനന്ദ പാറയുണ്ട്. അവിടെയൊക്കെ നമുക്ക് ബോട്ട് വഴി പോകാം. പക്ഷേ ഇപ്പം അതൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ്. നേരത്തെ ലെമൂറിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഇല്ലേ, കടലിൽ ഇറങ്ങുന്നതിനൊക്കെ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ കയറാനോ അതിനൊന്നും സാധിക്കില്ല. അതെ, ഇത് കടലിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. കടലിലെല്ലാം ബാരിയർ കെട്ടിയിട്ടേക്കുക. ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കന്യാകുമാരിയിലെ കടലിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ പോലീസൊക്കെ നിൽപ്പുണ്ട്. ആരെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അവരെ കയറ്റാനായിട്ടൊക്കെ. കണ്ടോ, കയറ് കെട്ടി ഇവിടെ ഇട്ടേക്കുന്നത് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിട്ട്. മറ്റേത് ഇവിടെ എല്ലാ ആൾക്കാരും നിന്ന് കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് ബോട്ടിങ്ങും അതൊന്നും ഇല്ല കേട്ടോ. ഈ വീഡിയോ ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരാഴ്ച മുമ്പത്തെ വീഡിയോ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്. അതുപോലെ തന്നെ അവിടെയും നല്ല മഴയാണ്. ഈ സമയത്തൊന്നും ഇങ്ങോട്ടുള്ള യാത്രയൊന്നും ചെയ്യാതിരിക്കുക. മാക്സിമം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. അതുപോലെ മലയോര പ്രദേശങ്ങളിലോട്ടൊന്നും യാത്ര പോവാതിരിക്കുക.
ഇതുപോലെ കടൽ, കായൽ അവിടെയൊന്നും സന്ദർശിക്കാതിരിക്കുക. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. ഇത് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ മഴ തുടങ്ങുന്ന ആ ഒരു സമയത്ത് പോയ വീഡിയോ ആട്ടോ. ഞങ്ങൾ കന്യാകുമാരിയിൽ ഇവിടെ ഇപ്പോഴാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്, ഒരു നന്ദി കാളയുടെ വിഗ്രഹമുണ്ട് കേട്ടോ. ഇനി മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കടലിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടമൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കുഞ്ഞ് കച്ചവടക്കാർ മുതൽ വലിയ സ്റ്റോളൊക്കെ ഇട്ടിട്ടുള്ള കച്ചവടക്കാർ വരെ ഉണ്ട് കേട്ടോ. കണ്ടോ തിരുവള്ളുവറിൻ്റെ സ്റ്റാച്ചു. ഇവിടെ ഡ്രസ്സസൊക്കെ നല്ല വിലക്കുറവാണ്, പക്ഷെ ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റിയൊന്നും അല്ല. ജസ്റ്റ് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഡ്രസ്സൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ. ഇത് ശ്രീ കാഞ്ചി കാമകോടിയുടെ ഒരു അമ്പലമാണ്. ഞങ്ങൾ വീട്ടിൽ തൂക്കിയിടാനായിട്ട് കക്കയൊക്കെ കൊണ്ടുണ്ടാക്കിയൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കന്യാകുമാരി വന്നതല്ലേ, അപ്പോൾ കന്യാകുമാരി വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു സാധനം മേടിച്ചതാണ്. 150 രൂപയാണ് കേട്ടോ അത് തൂക്കിയിടുന്ന സാധനം. അതുപോലെ വിവിധ ശംഖുകൾ, ആ ശംഖ് കൊണ്ടുണ്ടാക്കിയ ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ഇത് കണ്ടോ വീട്ടിലിടുന്ന ടീഷർട്ട്, അതുപോലെ ട്രാക്ക് സ്യൂട്ട്, അതിൻ്റെയൊക്കെ കളക്ഷൻസാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കളിപ്പാട്ടമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ നമ്മുടെ കീശ കാലിയാവുന്ന വഴി അറിയത്തില്ല. അങ്ങനെ ഇവിടെ ഒരു കടയിൽ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. അവിടെ 5 രൂപയുടെ സാധനങ്ങൾ തൊട്ടാണ്. 5 രൂപ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്, പക്ഷെ നമ്മൾ എടുക്കുമ്പം അതിൻ്റെയൊക്കെ വില മാറും. ഈച്ച് 1 5 എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ നമ്മൾ എടുക്കുമ്പം പറയും അത് 10 ആണ് 15 ആണ് എന്നൊക്കെ പറയും. ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടെ ഒന്ന് കന്യാകുമാരിയൊക്കെ ഒന്ന് കണ്ടിട്ട് സൺസെറ്റ് പോയിൻ്റ് കാണാനായിട്ട് പോവാം കേട്ടോ. ഇപ്പം സമയം 5:45 6 മണി ആവാറായി. അപ്പം നമുക്കിപ്പോൾ തിരിച്ചാലേ നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റുള്ളൂ. ഇന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ ഭാഗത്തോട്ടാണ് സൺസെറ്റ് പോയിൻ്റ് വരുന്നത്. അങ്ങോട്ടൊക്കെ നല്ല മേഘമുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ സൺസെറ്റ് പോയിന്റിലോട്ട്. അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് പോയിന്റ് കാണാനായിട്ട് പോവുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വരും സൺസെറ്റ് പോയിന്റിലോട്ടുള്ള ദൂരം. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് കടൽ കണ്ട് നമുക്ക് പോവാം. ആദ്യം ഞങ്ങൾ ഇവിടെ ആട്ടോ പാർക്ക് ചെയ്തത്. അപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ കാറൊന്ന് തിരിച്ച് നേരെ അങ്ങ് വരെ പോവാം. ഇപ്പം ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ പറയും ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷെ നമുക്ക് സൺസെറ്റ് പോയിൻറ്റിൻ്റെ അങ്ങ് വരെ നമുക്ക് പാർക്കിങ്ങിന് ഉള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല ദൂരം നടക്കേണ്ടി വരും. വേണ്ട, നമുക്ക് അങ്ങ് വരെ പെർമിഷനുണ്ട്. അവിടെയൊക്കെ നല്ല സ്പേസും ഉണ്ട് കേട്ടോ പാർക്കിങ്ങിനുള്ള. കൂടുതൽ KL വണ്ടികളൊക്കെയാണ്.
കേരള രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇപ്പം വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പം ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഫുള്ള് മേഘമാണ്. നമുക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല സൺസെറ്റ്. എന്തായാലും നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അങ്ങനെ ദേ ഇപ്പം സമയം 6:20 സൂര്യനെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. മറ്റേത് മേഘത്തിൻ്റെ ഇടയിലായിരുന്നു. ഇപ്പോൾ ദേ സൂര്യൻ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, കുതിര സവാരിക്കൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ആകാശത്തിൻ്റെ കളർ ഒരു ഭയങ്കര നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എൻ്റെ ഫോണിലെ ക്യാമറയിൽ നന്നായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, എന്നാലും നല്ല രസമാണ്. നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം 6:25 സൂര്യാസ്തമയം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ കണ്ണടച്ച് തുറക്കും മുമ്പ് സൂര്യനങ്ങ് അസ്തമിച്ചു. 6:30 ആയപ്പോഴത്തേക്ക് തന്നെ സൂര്യാസ്തമയം നടന്നു. ഇങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിക്കുവാണ്. പിന്നെ നേരെ ഹോട്ടലിൽ വന്നു. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം മസാല ദോശയും ചമ്മന്തിയാണ്.